അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഇത് ഇവരുടെ കഥയാണ്. അധോലോക നായകന്മാരാകുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അധോഗതിയിലായ ഇവരുടെ കഥ. മുഖം മൂടിയിട്ട് ഒരിക്കലും സോൾവ് ചെയ്തിട്ടില്ലാത്ത ക്യൂബും തിരിച്ചുകൊണ്ട് ഇവൻ ഇരിക്കുന്നത് ഈ കഥ തുടങ്ങുവാനുള്ള തീപ്പൊരിയുമായി വരുന്ന അവനു വേണ്ടിയാണ്. നിന്റെ മുഖംമൂടി വളരെ ചീപ്പായിട്ട് കേട്ടോ. പിന്നെ നീ ചവിട്ടി പൊളിച്ച വാതിലിന്റെ പൈസ നീ തന്നെ തരണം. തോട്ടക്കത്തിൽ തന്നെ ദാരിദ്ര്യം പറയലടാ അന്നാരകമേ. നീ ഇതൊന്ന് നോക്കിയേ, ഇതാരാന്നറിയോ? ഇത് വീക്കല്ലേ? ഇയാളെനിക്കറിയാം. വീക്കൊക്കെ ഇപ്പോ ശരിക്കും പേര് വർക്കി കുഞ്ഞു. പണ്ട് മുംബൈയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ചോട്ടോ മുംബൈക്ക് തറക്കല്ലിട്ട് ടീമല്ലേ. ഇയാളെ നമുക്കറിയാട്ടോ. ഇയാളുടെ വല്ല അടിപണിയാണെങ്കിൽ നീ പറയണ്ട. നീ പറഞ്ഞത് ശരിയാണ്, പണിയാണ്. ഇയാൾക്കിട്ടൊരു പണി. അത് നീ പറഞ്ഞതുപോലല്ല. നമുക്ക് തുടങ്ങേണ്ടത് ഇയാളുടെ ഫ്ലാഷ് ബാക്കിൽ നിന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം ബോംബെ. അധോലോക നായകന്മാരുടെ പറുദീസ. ചോരയിൽ മുക്കി തോക്കുകൊണ്ടെഴുതിയ അധോലോക മഹാകാവ്യങ്ങൾ രചിച്ചത് ഈ മണ്ണിൽ. ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിമും മടക്കി വാണിരുന്ന മുംബൈ അധോലോകത്ത് നിന്നും ആരോ മായ്ച്ചു കളഞ്ഞ വീരകഥയിലെ നായകൻ VK. അങ്ങനെയിരിക്കെ മുംബൈ അധോലോകത്തിലെ സൗത്ത് ഇന്ത്യൻ ഡോൺ ശൃംഖലയിലെ അവസാന കന്യയായ നമ്മുടെ വർക്കിക്കുഞ്ഞിനെ നോർത്ത് ഇന്ത്യൻ ലോബി തല്ലി പുറത്താക്കി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് കൊച്ചിയിലെത്തിയ വർക്കിക്കുഞ്ഞിന് ആകെ ഉണ്ടായിരുന്നത് ആ കാറായിരുന്നു, നമ്മുടെ കഥയിലെ ഹീറോ. പെട്ടെന്ന് പണക്കാരനാവാനുള്ള ആ പാട്ട് അന്ന് രജനീകാന്ത് സിനിമകൾക്ക് മാത്രം അവൈലബിൾ ആയിരുന്നതുകൊണ്ടും എങ്ങനെയും പൈസക്കാരനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടും അയാൾ അവിടെ തന്നെ എത്തിച്ചേർന്നു. എല്ലാം അവസാനിച്ചവൻ്റെ ആദ്യത്തെ തുടക്കം വർക്കിക്കുഞ്ഞിൻ്റെ കൺസൈൻമെന്റ് 1. വെടിയുണ്ടകളെ പേടിയില്ലാതിരുന്ന വർക്കിക്കുഞ്ഞിന് പ്രേതങ്ങളെ പേടിയായിരുന്നു എന്നത് അന്നും ലോകമറിയാത്ത സത്യം. ഇന്റർനാഷണൽ പ്രോട്ടോകോൾ ഓഫ് അധോലോക നായകന്മാർക്കെതിരാണെങ്കിലും അന്ന് അയാൾ വഴിയിൽ കണ്ട ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തു.
അനധികൃത കള്ളക്കടത്ത് 3 കൊല്ലം തടവും 50,000 രൂപ പിഴയും. വണ്ടിയിൽ കയറിയ ചെകുത്താൻ മാലാകയായി നിമിഷം. വിജയകരമായ കൺസൈൻമെന്റ് 1 ശേഷം വർക്കി കുഞ്ഞിന്റെ കൺസൈൻമെന്റ് 2. ഇവൻ അധോലോക നായകനാവാനുള്ള 1001 വഴികൾ ബുക്കും വായിച്ച് അണ്ടർവേൾഡ് ഡോണാവാൻ ഇറങ്ങി തിരിച്ചവരിൽ ഒരു മണ്ടൻ. .3 റിവോൾവർ അല്ലടാ, ഓമ്പേലി തോക്ക് തൂക്കിവെക്കലായിരുന്നു മണി. തോട്ടി കിടന്ന് ഉണ്ടെങ്കിൽ കയറിപ്പോടാ. അതിപ്പോ ഞാനോട് പറയണ്ട. വണ്ടി എടുക്കടാ. കുഞ്ഞെ നിന്നെ ഞാൻ കണ്ടവടാ. ആംബുലൻസ് ആയിരുന്നു. അങ്ങനെ ഈ കാർ ഉപയോഗിച്ച് ചെയ്ത കൺസൈൻമെന്റുകളെല്ലാം വൻ വിജയമായതോടെ അയാൾ തറക്കല്ലിട്ട ചോട്ടാ മുംബൈന്റെ വളർച്ചയായിരുന്നു പിന്നീട് ലോകം കണ്ടത്. വർക്കിക്കുഞ്ഞിൽ നിന്നും അണ്ടർവേൾഡ് ഡോൺ VK-യിലേക്കുള്ള യാത്ര. ഇനി നമുക്ക് രക്ഷപ്പെടാനുള്ള നീലക്കൊടുവേലി, അതാണ് ആ കാർ. വി ആർ ഗോയിങ് ടു സ്റ്റീൽ ദാറ്റ് കാർ. ഒന്ന് ആഞ്ഞു തള്ളടാ. നാവുകൊണ്ട് തള്ളണ പോലെയല്ല, കാറാണ് തള്ളണത്. കാറ് മോഷ്ടിച്ചു, കൺസൈൻമെന്റ് വെട്ടിയും കയ്യിലായി. ഇനിയാണ് മോനെ നമ്മുടെ കളി. പോലീസ് ഭാഗ്യക്കാരനിട്ട് കൊണയ്ക്കാവുന്നേക്കുന്നുണ്ട്. ലൈസൻസ്, ബുക്കും പേപ്പറോ? ബുക്കും പേപ്പറിലാണ് മക്കള് നടുറോട്ടിൽ കിളിമാസ് കളിക്കാൻ ഇറങ്ങാണ്ട. ഇറങ്ങാ അവിടുന്ന്. ഭാഗ്യം എവിടെ? ഭാഗ്യം വന്നിട്ടാ ഇടിയാണോ അമ്മാരെ? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ, ജനന ഭാരങ്ങൾ ചുമന്ന്. ചേട്ടാ പറ. നിന്റെ വീട് ചവിട്ടിപ്പൊളിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാ വാലൂട്ടി വിളിച്ച് നീയായിരുന്ന. അല്ലടാ, വീട്ടിലെ സകല സാധനം പോയിണ്ട്, ഒരു തുരുമ്പ് പോലും ബാക്കിയില്ല.
കരേട്ടാ പറ. നീ ആ വർക്കിന്റെ വല്ലത് എടുത്തായിരുന്നാ? അയാളുടെ ഗുണ്ടകൾ വന്നിട്ട് നിന്നെ കൊല്ലുന്ന തിന്നുന്ന എന്തൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇയാളെങ്ങനെ അറിഞ്ഞു? CC ക്യാമറ അവിടെ കാണാൻ വെച്ചല്ല. എടാ അതെ, കൺസൈൻമെന്റ് ബോക്സ് കയ്യിൽ നിന്ന് പോയായിരുന്നു കേട്ടാ. അത് വെച്ചിട്ടാ അയാൾ നിന്നെ അറിഞ്ഞ്. അത് ഇനി ഞാൻ അയാൾക്കിട്ടൊരു ഏറുണ്ട്, ഓർമ്മണ്ട? അതാ ഓക്സിജനെ കിണ്ണിയില്ല നീ. ഏറെക്കാരെ നിനക്ക് പ്രശ്നമില്ല, എന്നെയാണുള്ള വർക്ക് അന്വേഷിച്ച് നടക്കണത്. സംഭവം ഈ കാറ് വർക്കിക്കുഞ്ഞ് നീലക്കൊടുവിലാണെങ്കിലും നമുക്കിത് മാൻഡ്രേക്കിന്റെ തലയാണ്. തിരിച്ചുകൊണ്ട് വെക്കാടാ, അത് നല്ലത്. പെട്ടിയും കിടക്കാൻ പോയാലെന്താ? മാതൃഭൂമിയുടെ മടിത്തട്ടിലല്ലേ മാനസൂത്രം മയങ്ങണത്. എനിക്കടാ ദുരന്തമേ. നീ വന്നാ കള്ളനോട്ട് വേട്ട. അധോലോക നായകൻ പിടിയിൽ. വീടിന് മുന്നിൽ കിടന്ന കാറിൽ നിന്നും 20 കോടിയുടെ കള്ളനോട്ടുകളുമായി വീക്ക് എന്ന വർക്കിക്കുഞ്ഞിനെ പോലീസ് പിടികൂടി. ഇന്നലെ രാത്രി 2 മണിയോടെയാണ് സംഭവം. 20 കോടിയോ? നമ്മളറിഞ്ഞില്ലല്ലോ. 20 കോടിന്റെ കള്ളനോട്ട് ആയുഷ്കാലം പോള വർക്കിയേ. സത്യം വേടാ, എവിടുന്നാ നിനക്ക് ഇത്രയും കള്ളനോട്ട് കിട്ടിയത്? പറയടാ. ഞാൻ പറയാം. അതിൽ 20 കോടി രൂപയുടെ നോട്ടുണ്ടായിരുന്നു സാറേ. പക്ഷെ അതൊന്നും കള്ളനോട്ടായിരുന്നില്ല. നാളെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന വണ്ടിയിൽ 20 കോടി രൂപ ഉണ്ടാവും. അതെടുത്തിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സ്റ്റഫ് വെച്ച് വണ്ടി തിരിച്ചു കൊണ്ടിട്ടോണം. നാളെ അധോലോക സാമ്രാജ്യത്തിൽ നിന്നും വർക്കിക്കുഞ്ഞിന്റെ പടിയിറക്കും. നമ്മുടെ പടികയറ്റോ? 20 കോടി രൂപയുമായി വർക്കിക്കുഞ്ഞിന്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന കാർ. ഏതോ അധോലോകക്കാർക്ക് വേണ്ടി മനഃപൂർവ്വം ഉറങ്ങുന്ന സെക്യൂരിറ്റിക്കാരും. അവന് മുമ്പ് കാർ എടുക്കുന്നത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം വർക്കിയുടെ വീടിന് മുന്നിൽ നമ്മൾ കാർ കൊണ്ടുവയ്ക്കുന്ന സമയം 1:45. നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം വർക്കിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് 2 മണിക്ക്. വർക്കി അകത്ത്, നമ്മൾ പുറത്തും.